പ്രധാന വാർത്തകൾ 7 കോടി കൊള്ള, ഇ.എം.എസ് കമ്പനിയുടെ സുരക്ഷാ വീഴ്ചകൾ തുടർക്കഥയാകുന്നു. തിരുവനന്തപുരം, മലപ്പുറം ഓഫീസുകളിലും ആശങ്ക. ബെംഗളൂരു, കേരളം. എ.ടി.എമ്മിൽ നിറയ്ക്കാനുള്ള 7 കോടി രൂപ പട്ടാപ്പകൽ കൊള്ളയടിക്കപ്പെട്ട സംഭവത്തോടെ, പ്രമുഖ കാഷ് മാനേജ്മെന്റ് കമ്പനിയായ ഇ.എം.എസ് സ്ഥാപനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നു. തിരുവനന്തപുരം, മലപ്പുറം അടക്കമുള്ള പ്രധാന നഗരങ്ങളിലും ഇവരുടെ പ്രവർത്തന കേന്ദ്രങ്ങൾ ഉള്ളതിനാൽ ഈ സുരക്ഷാ ഭീഷണി കേരളത്തിൽ അതീവ ഗൗരവത്തോടെയാണ് അധികൃതർ കാണുന്നത്. കോടികൾ കൊടുത്തുവിടുന്നത് സ്വകാര്യ വാഹനത്തിലോ? രാജ്യമെമ്പാടും ഇ.എം.എസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ കാഷ് ട്രാൻസിറ്റ് വാഹനങ്ങളെ ലക്ഷ്യമിട്ട് നിരവധി കൊള്ളകൾ മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: കോടിക്കണക്കിന് രൂപയുടെ പണം എന്തിനാണ് സ്വകാര്യ വാഹനങ്ങളെപ്പോലെ സുരക്ഷാ സംവിധാനങ്ങൾ കുറഞ്ഞ വണ്ടികളിൽ കൊടുത്തുവിടുന്നത്? അപര്യാപ്തമായ സുരക്ഷാ സംവിധാനം. നികുതി ഉദ്യോഗസ്ഥരെന്ന് നടിച്ചു വന്നവരെ തിരിച്ചറിയാമോ? പ്രതിരോധിക്കാനോ ഇ.എം.എസ് വാഹനത്തിലെ ജീവനക്കാർക്ക് കഴിയാതിരുന്നത് കമ്പനിയുടെ പരിശീലനത്തിലെയും സുരക്ഷാ പ്രോട്ടോക്കോളിലെയും ഗുരുതരമായ വീഴ്ചയായി കണക്കാക്കുന്നു. ആന്തരിക പ്രശ്നങ്ങൾ. തിരുവനന്തപുരം, മലപ്പുറം പോലുള്ള നഗരങ്ങളിലെ പ്രവർത്തന കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പണത്തിന്റെ നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോരാൻ സാധ്യതയുണ്ടെന്ന സംശയവും പോലീസ് ശക്തമാക്കുന്നു. ആർ.ബി.ഐ മാനദണ്ഡങ്ങൾ ലംഘനം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ (ആർ.ബി.ഐ) നിർദ്ദേശിക്കുന്ന സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം, ജി.പി.എസ് ട്രാക്കിംഗ്, വാഹനങ്ങളുടെ നിലവാരം എന്നിവയെല്ലാം പലപ്പോഴും ഈ ഏജൻസികൾ പാലിക്കുന്നില്ല എന്ന ആരോപണം നിലനിൽക്കുന്നു. ജീവനക്കാർ കവർന്നപ്പോഴും അനക്കമില്ല. കമ്പനി നടപടിയില്ല. കൊള്ള പുറത്തുനിന്നുള്ളവരിൽ നിന്ന് മാത്രമല്ല, ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഇ.എം.എസ് പോലുള്ള സ്ഥാപനങ്ങൾക്ക് മുൻപ് വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. മുൻപും എ.ടി.എമ്മുകളിൽ പണം നിറയ്ക്കുന്നതിനിടെ ജീവനക്കാർ തന്നെ പണം മോഷ്ടിച്ച നിരവധി കേസുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയധികം ആഭ്യന്തര മോഷണങ്ങൾ നടന്നിട്ടും ജീവനക്കാരുടെ പശ്ചാത്തല പരിശോധനയിലോ കർശനമായ ആഭ്യന്തര നിരീക്ഷണത്തിലോ ഈ കമ്പനി കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഈ രംഗത്തെ വിമർശനം. സുരക്ഷാ വീഴ്ച വരുത്തിയതിന് കമ്പനിക്കെതിരെ ശക്തമായ നിയമനടപടികൾ വരാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ബെംഗളൂരുവിൽ നടന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും, ഇത് കേരളത്തിലെ പൊതുജനങ്ങളുടെ പണത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു വലിയ മുന്നറിയിപ്പാണെന്നും ഈ വാർത്ത സൂചിപ്പിക്കുന്നു. ഇ.എം.എസ് പോലുള്ള സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുടെ പണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾക്ക് അടിയന്തരമായി പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. പണം കൈകാര്യം ചെയ്യുന്ന ഏജൻസികളെ ലക്ഷ്യമിട്ടുള്ള കൊള്ളകൾ രാജ്യമെമ്പാടും തുടർക്കഥയാകുമ്പോൾ, ആഭ്യന്തര സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിയന്തരമായി പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. പണം കൈമാറ്റം ചെയ്യുന്ന വാഹനങ്ങളിൽ ലൈസൻസുള്ള, തോക്കേന്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഗൺമൻ നിയോഗിക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ (ആർ.ബി.ഐ) കർശനമായി നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ടും പലപ്പോഴും ഈ വാഹനങ്ങളിൽ ആവശ്യത്തിന് ഗൺമാന്മാർ ഉണ്ടാവാറില്ല. മാറ്റിനിർത്തപ്പെടുന്ന ഗൺമാന്മാർ. ചില കമ്പനികൾ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ലൈസൻസുള്ള ഗൺമാന്മാരെ ഒഴിവാക്കി പകരം സാധാരണ സുരക്ഷാ ജീവനക്കാരെ മാത്രം നിയോഗിക്കുന്നു. ഇത് കവർച്ചക്കാർക്ക് കോടിക്കണക്കിന് രൂപ എളുപ്പത്തിൽ കൊള്ളയടിക്കാൻ അവസരം നൽകുന്നു. ലൈസൻസ് നൽകുന്നതിലെ വീഴ്ച. ബാങ്കുകൾ പോലുള്ള സ്ഥാപനങ്ങൾ ഇത്തരം സ്വകാര്യ ഏജൻസികൾക്ക് പണം കൈമാറ്റം ചെയ്യാനുള്ള ലൈസൻസ് നൽകുന്നതിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. സുരക്ഷാ വാഹനങ്ങളുടെ നിലവാരം. ആവശ്യത്തിന് പരിശീലനം ലഭിച്ച ഗൺമാന്മാർ എന്നിവയെല്ലാം ഉറപ്പാക്കിയ ശേഷം മാത്രമേ പ്രവർത്തനാനുമതി നൽകാവൂ. തോക്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പരിശീലനം ലഭിച്ച ഗൺമാന്മാരെ നിയമിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം സിനിമ സ്റ്റൈൽ കൊള്ളകളെ തടയാൻ സാധിക്കൂ. അധികാരികളോട് ആവശ്യപ്പെടുന്നത്: ഗൺമാൻ നിയമനം നിർബന്ധമാക്കുക. ഓരോ കാഷ് ട്രാൻസിറ്റ് വാഹനത്തിലും മതിയായ എണ്ണം, ലൈസൻസുള്ള ഗൺമാന്മാർ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ നിയമപരമായ ഉത്തരവ് ഇറക്കുക. ലൈസൻസ് പരിശോധന കർശനമാക്കുക. പണം കൊണ്ടുപോകാനുള്ള ലൈസൻസ് നൽകുന്നതിന് മുൻപ് വാഹന സുരക്ഷാ സംവിധാനങ്ങളും ജീവനക്കാരുടെ പശ്ചാത്തലവും ആർ.ബി.ഐ കർശനമായി പരിശോധിക്കണം. ആഭ്യന്തര നിരീക്ഷണം. ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള മോഷണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥാപനങ്ങളുടെ ആഭ്യന്തര സുരക്ഷാ പരിശോധനകൾ സർക്കാർ ഏജൻസികൾ ഏറ്റെടുക്കണം.
പൊതുജനത്തിന്റെ പണം സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടത് ഈ സ്ഥാപനങ്ങളുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്കെതിരെ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ന്യൂ സിറ്റി തിരുവനന്തപുരം.